Dear students, today I want to continue the discussion of physics practical Viva questions for class 12. കഴിഞ്ഞ വീഡിയോയിൽ we discussed till question number 30, now 31. How we can convert a moving coil galvanometer into voltmeter by connecting a high resistance capital R in series. നമ്മൾ മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് ഡ്രോപ്പ് വി ആണെങ്കിൽ ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുന്ന ഫുൾ ഡിഫ്ലക്ഷന് വേണ്ട കറണ്ട് ഐ ജി ആണെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ജി ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് റിലേഷൻ ആസ് വി ഈസ് ഈക്വൽ ടു ഐ ജി ഇൻ ടു ദാറ്റ് galvanometer resistance plus that high resistance capital R. So from that we get the equation for R is equal to V by Ig, the division minus capital G. Next one, how we connect ammeter in a circuit. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു സർക്യൂട്ടിലെ അമീറ്റർ നമ്മൾ സീരീസ് അവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. Why? The very important concept that ammeter is a low resistance device. ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ സീരീസോടെ കണക്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ അമീറ്ററുടെ റെസിസ്റ്റൻസ് കൂടെ സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് വഴി അത് സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടിനെ ബാധിക്കും. അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി എ ലോ റെസിസ്റ്റൻസ് ഡിവൈസ്. നെക്സ്റ്റ് വൺ, ഹൗ വി കണക്ട് വോൾട്ട് മീറ്റർ ഇൻ എ സർക്യൂട്ട്. വോൾട്ട് മീറ്റർ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? It is connected in parallel. Reason, വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് ഡിവൈസാണ്. അപ്പോൾ നമ്മൾ സീരീസോടെ ആണ് കണക്ട് ചെയ്താൽ അത് സർക്യൂട്ടിൽ അഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്തത് വഴി അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ മിനിമൈസ്ഡ് ആക്കാനും സർക്യൂട്ടിൽ അഫക്റ്റഡ് അല്ലാതാക്കാനും നമുക്ക് പറ്റുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ വോൾട്ട്മീറ്റർ ഈസ് എ ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ്. ആൻഡ് 33, ദ പർപ്പസ് ഓഫ് ദ റിയോസ്റ്റാറ്റ്. ഒരു സർക്യൂട്ടിലെ റിയോസ്റ്റാറ്റിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണ്? ഇപ്പോൾ റിയോസ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ. സോ സാധാരണ രൂപത്തിൽ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തത്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പൊട്ടൻഷ്യൽ ഡിവൈഡർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. ദ വൈൻഡിങ്സ് ഓഫ് എ റിയോസ്റ്റാറ്റ് വയർ ആർ ക്ലോസ് ടു ഈച്ച് അതർ. ഈസ് ദിസ് കോസ് ഷോർട്ട് സർക്യൂട്ടഡ്? നോ. അവ പരസ്പരം അടുത്താണ് ഇരിക്കുന്നതെങ്കിലും ദേ ആർ ഇൻസുലേറ്റഡ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അത് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഷോർട്ട് സർക്യൂട്ടഡ് ആകത്തില്ല. വാട്ട് യു മീൻ ബൈ ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇപ്പോൾ സാധാരണ രൂപത്തിൽ നമ്മളൊരു സെല്ലിനെ നമ്മളൊരു ക്യാപിറ്റൽ ആർ എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു എന്നിരിക്കട്ടെ ത്രൂ എ കീ. സപ്പോസ് വി നീഡ് ടു മെഷർ ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദാറ്റ് സെൽ. നമ്മളൊരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അത് മെഷർ ചെയ്തു വന്നിരിക്കട്ടെ അണ്ടർ ക്ലോസ്ഡ് നെറ്റ്വർക്ക്. അപ്പോൾ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സെൽസ് അണ്ടർ ക്ലോസ്ഡ് നെറ്റ്വർക്ക്. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് യു മീൻ ബൈ ഇ എം എഫ്? ഇ എം എഫ് എന്ന് പറയുമ്പോൾ ഇതേ സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ആർ റെസിസ്റ്റൻസ് ത്രൂ എ കീ എടുക്കുമ്പോൾ അത് ഓപ്പൺ ആകുന്ന സമയത്ത്, കീ കണക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത്, ഇഫ് യു മെഷർ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ടെർമിനൽസ്, ദാറ്റ് ഈസ് കോൾഡ് ദ ഇ എം എഫ്. ഇപ്പോൾ സാധാരണ നമുക്ക് ഇ എം എഫും ദാറ്റ് ഈസ് ഇ എം എഫും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള സാധാരണ ഡിസ്ചാർജിങ് ഓഫ് എ സെല്ലിലുള്ള ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ ഓർമ്മയിരിക്കും. എപ്പോഴും ഇ എം എഫ് ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഓർക്കുക. സ്മോൾ ആർ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ സാധാരണ ഒരു സെല്ല് ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ്, ആ സിസ്റ്റം ആസ് എ ഹോൾ
കറണ്ട് ഫ്ലോയ്ക്ക് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഇപ്പോൾ സാധാരണ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഡാനിയൽ സെല്ലോ അല്ലെങ്കിൽ ലെക്ലാഞ്ചിൻ സെല്ലോ ഒക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഡിപ്പെൻഡബിൾ ആകുന്ന ഫാക്ടേഴ്സിൽ എന്ന് പറയുന്നത് ഒന്ന് നേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ ഡിസോസിയേഷൻ കപ്പാസിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ ഉപയോഗിക്കുന്ന നാച്ചർ ഓഫ് ദ ഇലക്ട്രോഡ്സ്, ഇലക്ട്രോകെമിക്കൽ സീരീസിൽ അതിൻ്റെ പൊസിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇൻ ദി സെൽ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ്. ദെൻ ദ ഏരിയ ഡിപ്ഡ് ഇൻ ദി ഇലക്ട്രോലൈറ്റ്, നമ്മുടെ ഇലക്ട്രോഡുകൾ എന്തുമാത്രമാണ് ഈ ഇലക്ട്രോലൈറ്റ്സിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കൺസെപ്റ്റ്സുകളാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. A very good question is waiting. Is EMF always greater than the terminal potential difference? സാധാരണ നമ്മൾ ഈ ഒരു സെൽ എടുക്കുന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആണെങ്കിൽ സെല്ലിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജിങ് എന്ന് പറയും. ഇപ്പോൾ ഡിസ്ചാർജിങ് വരുന്ന സമയത്ത് വി ക്യാൻ സേ വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ഇൻറ്റു ആർ. ദാറ്റ് മീൻസ് വി ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ഇ. ബട്ട് അനദർ കേസ് ഈസ് ദെയർ. നമ്മളിത് ഒരു സെക്കൻഡറി സെല്ലാണ് എന്നിരിക്കട്ടെ. ഇപ്പോൾ സെക്കൻഡറി സെല്ലാകുമ്പോൾ നമുക്കതിനെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചാർജിങ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവും, മൈനസ് പ്ലസ് ആവും. വി ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ ഇ പ്ലസ് ഐ ഇൻറ്റു ആർ. ദാറ്റ് മീൻസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ EMF. സോ വി ഈസ് ഗ്രേറ്റർ ദാൻ ഇ. ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻസും പോസിബിൾ ആണെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ ഡിസ്ചാർജിങ് ആണെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലെസ് ആയിരിക്കും, ചാർജിങ് ആണെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ EMF ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ദെൻ യൂസസ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. ഡയറക്റ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കതിനെ ഉപയോഗിക്കാം. കമ്പാരിസൺ ഓഫ് EMF E1/E2 നമുക്ക് കണ്ടുപിടിക്കാം. 2, ടു ഫൈൻഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഇൻഡയറക്റ്റ്ലി നമുക്ക് അത് ബേസ് ചെയ്ത് EMF നമുക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുണ്ട്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യോമീറ്റർ. അതിൻ്റേതായ ഒരു സർക്യൂട്ട്, ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി സർക്യൂട്ട്. നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്ന റിയോസ്റ്റാറ്റ്, നമ്മുടെ ഈ സെൽ ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ടുണ്ട്. ആ സർക്യൂട്ടാണ് അതിന് വേണ്ട എനർജി കൊടുക്കുന്നത് കൊണ്ട് തന്നെ പൊട്ടൻഷ്യോമീറ്ററിനെ നമ്മൾ ഐഡിയൽ വോൾട്ട് മീറ്റർ എന്നാണ് നമ്മൾ പറയുക. കാരണം ഇറ്റ് ബേസ്ഡ് ഓൺ ദ നൾ മെത്തേഡ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? പ്രിൻസിപ്പിൾ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയാൻ, പിന്നെ കറണ്ട് ഫ്ലോസ് ത്രൂ എ യൂണിഫോം തിക്നെസ് ഉള്ള ഒരേ മെറ്റീരിയലിലൂടെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ wire, potentiometer wire, or we can say V is equal to a constant into L, or V by L that is equal to a constant. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. സാധാരണ ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ നമ്മുടെ ലാബുകളിൽ ഉപയോഗിക്കുന്നതിന് 10 മീറ്റർ ലെങ്താണ് സാധാരണ യൂസ് ചെയ്യുന്നത്. സാധാരണ പൊട്ടൻഷ്യോമീറ്ററിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സാധാരണ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മഗ്നാനിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഓർ യുറേക്ക. ഈ അലോയ്സുകളാണ് നമ്മൾ സാധാരണ പൊട്ടൻഷ്യോമീറ്റർ വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. വടി മീൻ ബൈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്? പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയാം. വാട്ട് ഈസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ? സെൻസിറ്റിവിറ്റി ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ ഈസ് ദ സ്മോളസ്റ്റ് potential difference that it can measure. അപ്പോൾ കൂടുതൽ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ പൊട്ടൻഷ്യോമീറ്ററിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ ചെറുതാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഹൗ വി ക്യാൻ ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി? ഇപ്പോൾ സാധാരണ നമ്മളുടെ ഒരു
പൊട്ടൻഷ്യോമീറ്റർ വയർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്യൂട്ട് എലിമെൻ്റാണ് പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എലിമിനേറ്റർ വിത്ത് എ റിയോസ്റ്റാറ്റ് ദെൻ എ കീ ബീസ് കണക്ട്. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ സെല്ല് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെൻസിറ്റിവിറ്റി കൂട്ടുക എന്ന് പറയുമ്പോൾ അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ കുറയ്ക്കണം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ പൊട്ടൻഷ്യൽ ബൈ ലെങ്ത് എങ്ങനെ കുറയ്ക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ലെങ്ത് കൂട്ടുക എന്നാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ ഷുഡ് ഇൻക്രീസ്. ഇപ്പോൾ 10 മീറ്ററിന് പകരം അത് 15 മീറ്ററോ 20 മീറ്ററോ ആക്കുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും. രണ്ടാമത്തതാണ് പൊട്ടൻഷ്യൽ ഇവിടെ കുറയ്ക്കണം. പൊട്ടൻഷ്യൽ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന സെൽ എന്ന് പറയുമ്പോൾ പ്രൈമറി സർക്യൂട്ടിലെ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ EMF നമുക്ക് കുറയ്ക്കുക. അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സെല്ലിൻ്റെ 2 വോൾട്ടിന് വരെ 1.5 വോൾട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ 1 വോൾട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. മൂന്നാമത്തത് ആ സെല്ല് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ EMF അക്രോസ് AB, അവിടുത്തെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് AB കുറയ്ക്കാൻ നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താലും മതിയാവും. ഈ 3 കാര്യങ്ങൾ കൊണ്ട് വി ക്യാൻ ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. Now the 45. What is the reason or reasons behind the galvanometer shows deflection on the same side? Galvanometer shows deflection on the same side. സാധാരണ ഇത് ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു സെക്കൻഡറി സർക്യൂട്ട് വിത്ത് എ ജോക്കി നമ്മൾ കണക്ട് ചെയ്തു എന്നിരിക്കട്ടെ. എയിലും ബിയിലും നമ്മൾ ജോക്കി വെക്കുന്ന സമയത്ത് ഒരേ ഡിഫ്ലക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽസ് ഓഫ് ദറ്റ് എയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പ്രൈമറി സെല്ല്, അതോടൊപ്പം നമ്മുടെ സെക്കൻഡറിയുടെ പോസിറ്റീവ് ടെർമിനൽസ് ഒരേ പോയിന്റിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനൽസ് നോട്ട് കണക്റ്റഡ് in a single point. അതൊരു റീസൺ ആയിട്ട് വരാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇത് സെക്കൻഡറിയിലുള്ളത് E1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ E1ൻ്റെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് E. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന പ്രൈമറി സർക്യൂട്ടിലെ സെല്ലിൻ്റെ EMFിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഡിഫ്ലക്ഷൻ ഒരേ സൈഡിലായിരിക്കും വരിക. ഈ 2 കാര്യങ്ങളാണ് സാധാരണ സംഭവിക്കാറുള്ളത്. The next one, EMF of a Daniel cell. ഇപ്പോൾ സാധാരണ രൂപത്തിൽ നമ്മൾ EMF ആയിട്ട് ഡാനിയൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ടാണ്. ലെഗ്ലാഞ്ചൻ സെല്ല് വരുമ്പോൾ 1.41 വോൾട്ട് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇലക്ട്രോഡ്സ് ഇൻ ഡാനിയൽ സെൽ. അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിൽ സാധാരണ ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കോപ്പർ വെസൽ തന്നെയാണ്. നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് സിങ്ക് റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് ദ പോറസ് സ്പോട്ട്. ഈ വൈറ്റ് ആയിട്ടുള്ളതിന് നമ്മൾ വിളിക്കുന്ന പേര് പോറസ് സ്പോട്ട് എന്നാണ്. ആ പോറസ് സ്പോട്ടിനകത്ത് നമുക്ക് ഡൈലൂട്ടഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഈ കോപ്പർ വെസലിനകത്ത് പോറസ് സ്പോട്ടിന് ഇടയ്ക്കായിട്ടൊരു ലിക്വിഡ് ഉണ്ട്, ദാറ്റ് ഈസ് എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സാധാരണ ഡീപോളറൈസറായിട്ടാണ് അതിനെ ഉപയോഗിക്കാറുള്ളത്. ഇനി ലെഗ്ലാഞ്ചൻ സെല്ല് സാധാരണ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് കാർബൺ റോഡാണ്. ആ കാർബൺ റോഡിന് ചുറ്റുമായിട്ട് MnO2ൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്, മാംഗനസ് ഡയോക്സൈഡ്, ദാറ്റ് ഈസ് ആക്ടിങ് ആസ് എ ഡീപോളറൈസർ. ദെൻ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് സിങ്ക് റോഡ് തന്നെയാണ്. ഇതിനിടയ്ക്കകത്തൊരു ലിക്വിഡ് ഉണ്ട്, ദാറ്റ് ഈസ് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ. So these are the electrolytes and the rods used in Lagrangian cell. What do you mean by a cell? Cell എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ രൂപത്തിൽ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് കൺവേർട്സ് stored chemical energy into electrical energy.
അപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ രൂപത്തിൽ ബാറ്ററി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സെൽസ്. സാധാരണ ഒരു സിംഗിൾ സെല്ലിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ സീരീസ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ബാറ്ററി എന്ന് പറയാം. എന്താണ് പ്രൈമറി സെൽസ്? അപ്പോൾ സാധാരണ രൂപത്തിൽ പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് which directly gives electrical energy from that chemical energy. അതൊരിക്കലും റീചാർജബിൾ അല്ല എന്ന് പറയുന്നത് ഓർമ്മയിരിക്കട്ടെ. കനോട്ട് ബി റീചാർജ്ഡ്. ബെസ്റ്റ് എക്സാമ്പിൾസ് നമുക്ക് കോട്ട് ചെയ്യാം. ഡാനിയൽ സെല്ല്, ലെക്ലാഞ്ചൽ സെല്ല്, ലെക്ലാഞ്ച് സെല്ല്, ഡ്രൈ സെല്ലൊക്കെ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതേ സ്ഥാനത്ത് see the cells which stores electrical energy as chemical energy and it returns it back as electrical energy എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെൽസിനെ നമുക്ക് വിളിക്കാം സെക്കൻഡറി സെൽസ് എന്ന് പറയാം. ബെസ്റ്റ് എക്സാമ്പിൾസ് ഇതാണ്: ലെഡ് ആസിഡ് അക്യുമുലേറ്റേഴ്സ് എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പിന്നെ നിക്കൽ അയൺ ആൽക്കലി അക്യുമുലേറ്റർ. ഫോർ വാട്ട് ആപ്ലിക്കേഷൻ ഈസ് ദ ലെക്ലാഞ്ചിൽ സെൽ സ്യൂട്ടബിൾ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലെക്ലാഞ്ചിൽ സെല്ലിൻ്റെ ഒരു ഡീമെരിറ്റ് എന്ന് പറയുന്നത് പോളറൈസേഷനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ നമ്മുടെ ലെക്ലാഞ്ചിൻ സെല്ലിൽ മാഗ്നസ് ഡയോക്സൈഡിൻ്റെ അവിടെ നമ്മുടെ കറണ്ട് ഫ്ലോ കട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഷോർട്ട് ഡ്യൂറേഷനിൽ കൂടുതൽ കറണ്ട് വരുന്നതിനാണ് നമ്മൾ സാധാരണ ഇതിനെ ഉപയോഗിക്കാറുള്ളത്. സോ ഷോർട്ട് ടൈം ഡ്യൂറേഷനിൽ കറണ്ട് ആവശ്യമായിട്ടുള്ള സർക്യൂട്ട്സുകളിലാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ബെൽസ്, ടെലഫോൺസ്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ സാധാരണ കൂടുതലായിട്ട് ലെക്ലാഞ്ചിൻ സെല്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷനിൽ ലാർജ് കറണ്ട് വേണ്ട സിറ്റുവേഷനിലാണ് ലെക്ലാഞ്ചിൻ സെൽ യൂസ് ചെയ്യുക. വാട്ട് മേക്സ് ഡാനിയൽ സെൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സ്റ്റാൻഡേർഡ് സെൽ? നമ്മൾ നേരത്തെ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ സെക്കൻഡറി സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് പകരം ഡാനിയൽ സെല്ലിനെ ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കാൻ പറ്റുക? ദറ്റ് ഡാനിയൽ സെൽ ഗീവ്സ് small but steady current for sufficiently long time. അതോടൊപ്പം ഇത് ചീപ്പാണ് എന്നുള്ള കാര്യവും നമുക്ക് മറ്റേതിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. Why is wire in a resistance box ഡബിൾ ഫോൾഡഡ് എന്ന് പറയുമ്പോൾ ഒരു വയറിനെ അത് കണക്ട് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് ഓർമ്മയിരിക്കട്ടെ. ലൈക്ക് ദിസ് വൺ ഡബിൾ ഫോൾഡഡ് ആണ്. യെസ്, ടു അവോയ്ഡ് ദ ഇൻഡക്ഷൻ എഫക്റ്റ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇൻഡക്ഷൻ എഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. ദാറ്റ് ഈസ് എ റീസൺ വൈ. When a Wheatstone bridge is most sensitive, നമുക്കറിയാം Wheatstone bridgeലെ 4 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ് PQRS എന്ന് പറയുന്നത്. P equal to Q equal to R equal to S എന്ന് പറയുമ്പോഴാണ് it is said to be most sensitive. Define the figure of merit of a galvanometer. സാധാരണ രൂപത്തിലെ figure of merit എന്ന് പറയുന്നത് we can say the reciprocal of the current sensitivity എന്ന് പറയുമ്പോൾ simply we can say the quantity of current required to produce a deflection of one division in the galvanometer. The quantity of current required to produce a deflection of one division in the galvanometer. So that is equal to, we can say, deflection per current per deflection
So it is expressed in terms of ampere per division. ഡിഫൈൻ ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സെല്ലുണ്ട്, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ടു ബി ഹൗ മച്ച് വർക്ക് ഡൺ ബൈ എ സെൽ ടു മെയിൻറ്റൈൻ a current in the circuit. ഇപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന റിലേഷനാണ് I²R/T or equal to V²/R/T or equal to VI/T. സാധാരണ നമ്മുടെ SI സിസ്റ്റത്തിൽ നമ്മൾ ജൂളാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിലും കൊമേഴ്സ്യൽ ആയിട്ടുള്ള യൂണിറ്റ് നമ്മുടെ ഓർക്കണം കിലോ വാട്ട് അവർ എന്നായിരിക്കും. 1 കിലോവാട്ട് അവർ എന്ന് പറയുമ്പോൾ 3.6 × 10⁶ ജൂളാണെന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ഇലക്ട്രിക്കൽ പവർ വരുമ്പോൾ ഓർക്കേണ്ടത് ദാറ്റ് ഈസ്, നമുക്കറിയാം പവർ എന്ന് പറയുമ്പോൾ വർക്ക് ബൈ ടൈം ആണ് അല്ലേ. സോ അത് ബേസ് ചെയ്ത് പറയാം ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ബൈ ദ സെൽ ടു മെയിൻറ്റൈൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. സോ അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്ന I²R V²/R or equal to V/I. അവിടെയും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, സാധാരണ വാട്ട് എന്ന് പറയുന്ന യൂണിറ്റാണ് SI സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിലും കൊമേഴ്സ്യൽ യൂണിറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഹോഴ്സ് പവറാണ്. 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട് ആണെന്നുള്ള കാര്യം ഓർക്കുക. സ്റ്റേറ്റ് ജൂൾസ് ലോ. അപ്പോൾ R എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ T സമയത്തേക്ക് I ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിക്ക് ഒരു വ്യക്തമായ മാത്തമെറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തത് ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. സോ ദാറ്റ് ഈസ് H is equal to I²R/T. So this is called the Joule's law. The relation when powers are in series and in parallel. അപ്പോൾ നമുക്ക് ഒരു സിമ്പിളായിട്ട് സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 LED ബൾബ്സ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഇൻ സീരീസ്. So that is got P1, P2, P3. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയാണ്. സോ ദേ ആർ കണക്റ്റഡ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡ് വയറിങ്സ് എല്ലാം പാരലാണെന്ന് നമുക്കറിയാം. പാരലൽ സർക്യൂട്ട് വരുമ്പോൾ ഓർക്കണേ അവയുടെ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക. അതേ സ്ഥാനത്ത് ഇൻ സീരീസ് എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ ഓർക്കണേ ദ റെസിപ്രോക്കലിൻ്റെ സം ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലൈക്ക് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ആ കാര്യം ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. വിച്ച് ബൾബ് വിൽ ഗീവ് മോർ ഗ്ലോ വെൻ ദേ ആർ ഇൻ സീരീസ് ആൻഡ് ഇൻ പാരലൽ. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു 5 വാട്ട് 10 വാട്ട് ആൻഡ് 15 വാട്ട് ബൾബ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് വയറിങ്ങിൽ നമുക്കറിയാം പാരലൽ നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് മോർ അവിടെ പൊട്ടൻഷ്യലിനാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പവർ എന്ന് പറയുമ്പോൾ V²/R എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം റെസിസ്റ്റൻസ് ആർക്കാണോ കുറവുള്ളത് ആ കുറവുള്ളതിന് നമുക്ക് കൂടുതൽ പവർ ഫ്ലോ ചെയ്യും. അതുകൊണ്ട് 15 വാട്ട് ബൾബായിരിക്കും കൊടുക്കുക. അതേ സ്ഥാനത്ത് സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ ഓർക്കണേ, സീരീസ് വരുമ്പോൾ കറണ്ട് എലിമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ I²R ആയിരിക്കും. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആർക്കാണോ കൂടുതൽ അവർ മോർ ഗ്ലോ ആയിരിക്കും. അപ്പോൾ 5 വാട്ട് ബൾബായിരിക്കും മോർ ഗ്ലോ കൊടുക്കുക എന്നുള്ള കാര്യം ഓർക്കുക. വൈ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ആർ ഡൺ അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ അത് 220 വോൾട്ട് ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ പുറമേ ഉള്ള ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ എടുക്കുമ്പോൾ അത് 11 kV 66 kV ലൈക്ക് ദാറ്റ്. എന്തുകൊണ്ടാണ് ഹയർ പൊട്ടൻഷ്യലിലേക്ക് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ബോർഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആസ്പെക്റ്റാണ്. സോ അവിടെ നമ്മുടെ ഓർക്കണം, നമ്മളൊരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പവർ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും I²R ആയിരിക്കും അല്ലേ. പക്ഷെ ഓർക്കണം, നമ്മുടെ ഈ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലത്തും നമ്മുടെ വീട്ടിലും ഒരു പാരാമീറ്റർ ദാറ്റ് ഈസ് കോൾഡ് പവർ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ 66 കിലോ വോൾട്ടിൽ വരുമ്പോഴും അത് 220 വോൾട്ടിലേക്ക് വരുമ്പോഴും പവർ കോൺസ്റ്റൻ്റ് ആയിരിക്കും.
എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പൊട്ടൻഷ്യൽ കൂട്ടും അല്ലെങ്കിൽ കറണ്ട് കുറയ്ക്കും എന്നുള്ള തരത്തിലായിരിക്കും ഇടുക. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് എപ്പോഴും ഓൺ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് ഓൾസോ നമ്മൾ കൺസപ്ഷൻ യൂണിറ്റ് ദ പവർ ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറണ്ടിന് പകരം നമുക്ക് എങ്ങനെ എടുക്കാം, P/V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് P²/V² × R. ദാറ്റ് മീൻസ് ദാറ്റ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V². എന്ന് പറയുമ്പോൾ പവർ ലോസ് വളരെ മിനിമം ആയിരിക്കും ഇഫ് യു ട്രാൻസ്മിറ്റ് ഇറ്റ് വിത്ത് ഹയർ പൊട്ടൻഷ്യൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ നടത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ വി ക്യാൻ വെയിറ്റ് ഫോർ മോർ Viva questions. Take care. God bless you.